ചിക്കൻ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് വഴറ്റാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി നമ്മൾ വഴറ്റുക. പിന്നെ വറുത്തരയ്ക്കാനായിട്ട് നാളികേരം മാത്രം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളികേരം വറുത്തത് നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാല. കാരണം വറുത്തരച്ച് വയ്ക്കുമ്പോൾ നമ്മൾ അധികം മസാല ചേർത്ത് കഴിഞ്ഞാൽ ആ നാളികേരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ആണ് ചേർത്തത്. ഇപ്പോൾ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് നമ്മൾ വേവിക്കുക. അരപ്പ് ചേർത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. നമ്മൾ ആ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി. കാരണം അതിൽ ചിലപ്പോൾ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ചാറാക്കുമ്പോഴേ നമുക്കത് ഇളക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്കാക്കി വെച്ചതിന് വേവട്ടെ. വെന്ത് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറുത്തരച്ച നാളികേരം ചേർക്കാം. ആഹാ, നമ്മുടെ ചിക്കൻ്റെ മൂടി അങ്ങോട്ട് തുറന്നപ്പോൾ തിളച്ചിട്ട് നല്ല സൂപ്പർ മണം. കിലുക്കത്തിൽ രേവതി പറഞ്ഞ പോലെ കോയീൻ്റെ മണം അതുപോലെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഒന്നോടെ വെന്ത് കഴിയട്ടെ. കുറച്ചുകൂടി ഒന്ന് കഴി കഴിഞ്ഞ് നമുക്ക് നാളികേരം ചേർക്കാം. അവിടെ ഒന്ന് വേവട്ടെ. അപ്പോൾ അതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്കൊക്കെ KFCയും അൽഫാമും ഷവർമയൊക്കെ ഇഷ്ടം. ഇതുപോലത്തെ വറുത്തരച്ച കറികളോടൊന്നും അവർക്ക് പ്രിയം ഉണ്ടാകില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് അവരുടെ വീട്ടിലുണ്ടാക്കി അവരോട് കഴിച്ചു കൊടുക്കാൻ പറയുക. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അൽഫാമിനോ KFCക്കോ ഒന്നും കിട്ടില്ല. അത്ര നല്ല ഒരു അടിപൊളി വറുത്തരച്ച കറിയാണിത്. നമുക്ക് നാടൻ ചിക്കൻ പോലെ തന്നെ നമുക്ക് ഈ ബ്രോയിലർ ചിക്കനും കൊണ്ട് നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഈ വറുത്തരച്ച നാടൻ കറി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ് ചെയ്യുക.